ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് വ്യാഴമാറ്റം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം, നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഗ്രഹമാണ് വ്യാഴം. സമ്പത്തിനെയും സമൃദ്ധിയെയും ഐശ്വര്യത്തെയും ഒക്കെ തരുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ ഈ ഗ്രഹത്തിന് ഒരു സ്ഥാനമാറ്റം വരുന്നുണ്ട്. അതായത് മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്കുള്ള ഒരു ഭ്രമണമാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇന്നലത്തെ ദിവസം തന്നെ, അതായത് ഇന്നലെ മെയ് 1 തന്നെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ശേഷം അടുത്ത രാശിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രഹം മറ്റൊരു രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്ഥാനങ്ങൾക്കനുസരിച്ചും ചലനങ്ങൾക്കനുസരിച്ചും നമ്മുടെ ഭാഗ്യത്തിൽ മാറ്റം വരുന്നുണ്ട്. നമ്മളുടെ ഓരോരോ പ്രവൃത്തികളിലും ഓരോ ചലനങ്ങളിലും നമ്മളുടെ മുന്നോട്ടുള്ള ഗതിക്ക് ഭാഗ്യത്തിനൊക്കെ ഒരു വ്യത്യാസം വരും. അപ്പോൾ അത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ നോക്കാൻ പോകുന്നത്. ഇന്ന് 2 കാർഡ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് അവേക്കണിംഗ് ആണ്. ഉണ്ടോ, കാണാമെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് അവേക്കണിംഗ് ആണ്. രണ്ടാമത്തേത് എനർജറ്റിക് ക്ലിയറിംഗ് എന്ന് പറയുന്നതാണ്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒന്ന് കൃഷ്ണൻ്റെ പിക്ചർ, ഒന്ന് കാളിദേവിയുടെ. അല്ല എങ്കിൽ അവേക്കണിംഗ് എന്നും എനർജറ്റിക് ക്ലിയറിംഗ് എന്നുമാണ്. അല്ല എങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള നിലയിലായാലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്ത് കാണുമല്ലോ, കണ്ടു കാണുമല്ലോ. ഫസ്റ്റ് ഇതാണ് അവേക്കണിംഗ്. സെക്കൻഡ് ഇത് സെക്കൻഡ്. സെലക്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുൻപായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അത് റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. റീഡിങ് ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ, സ്കിപ്പ് ചെയ്ത് പോകാം. വെറുതെ സമയം കളയരുത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഡബിൾ വന്നിട്ടുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് വാൻഡ്സ്, Nine of Swords, the Chariot, Ten of Pentacles, the Fool, Two of Wands,
ടെൻ ഓഫ് വാൻസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സമ്പത്തിൻ്റേതായ സമൃദ്ധി. ഇത് നോക്കാവേ. യൂണിവേഴ്സ്, disruption, accelerated motion, authority, success. ഇത്ര മതിയേ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് തന്നെ ദ ഡബിൾ വന്നിട്ടുണ്ട്. പിന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്, ഏസ് ഓഫ് കപ്സ്. എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പലർക്കും ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് മനസ്സ് വിഷമിച്ചിരിക്കുന്നവർ, ഒരുപാട് ദുഃഖം അനുഭവിച്ചിരിക്കുന്നവർ, പല കാര്യങ്ങളെന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള പല സാഹചര്യങ്ങളിൽ ദുഃഖം അനുഭവിച്ചിട്ടുള്ളവർ, ഉറക്കമില്ലാതെ എഴുന്നേറ്റിരുന്ന് കരയുന്നവർ, പൊട്ടി കരയുകയാണ് രാത്രി ദുസ്വപ്നങ്ങൾ കണ്ട്. ജീവിതത്തിലെ പ്രയാസങ്ങളാണ്, ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പല വിധത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഒരു രക്ഷയില്ലല്ലോ എന്ന് ദൈവത്തോട് കേണപേക്ഷിക്കുകയാണ് ഇവിടെ. ഒരുപാട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ്സിന് വേണ്ടി. പക്ഷെ അതൊന്നും ഇതുവരെയും നടന്നു കിട്ടിയിട്ടില്ല. ഒരു ജോലിക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്, ആരെയെങ്കിലും പിരിഞ്ഞു പോയ ആൾക്കാർ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അത് ഇതുവരെയും സാധിച്ചിട്ടില്ല. ജോലി കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ല. മനസ്സിലെ ഒരുപാട് ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഇപ്പോഴും മനസ്സിൻ്റെ ഒരു കോണിൽ ഇങ്ങനെ കിടക്കുകയാണ്. അത് കാരണം വിങ്ങി പൊട്ടിക്കരയുകയാണ് ഓരോ ആൾക്കാരും. പല ആൾക്കാരുടെയും ഒരു സ്വഭാവമാണ് ഞാനിവിടെ പറഞ്ഞത്. കാരണം ഇവിടെ ഡബിൾ വന്നിട്ടുണ്ട്, 9 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, അങ്ങനെ ഇവിടെ 2 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. വാൻസ് ഫയർ സൈനാണ്, ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി എന്ന് പറയുന്നത്. പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ് വർഗ് കാപ്രിക്കോൺ എനർജി. ഇവിടെ ബാക്കി എല്ലാ എനർജീസും ഉണ്ട്, ചാരിറ്റിൽ എല്ലാ എനർജീസും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കപ്പ് എനർജി, കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി, ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് കപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നല്ല കാര്യങ്ങളാണ് ഒരുപാട് ഇവിടെ വന്നിട്ടുള്ളത്. എന്നിരുന്നാൽ കൂടെയും ഒരുപാട് വിഷമം അനുഭവിക്കുന്നവർ അതിലൂടെ കടന്നു പോകുന്ന ചില പ്രശ്നങ്ങളാണ് ഇവിടെ ഒത്തിരി വിഷമം അനുഭവിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ ജീവിതത്തിൽ നിങ്ങളുടേതായ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനിയും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കേട്ടാൽ വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങളൊന്ന് മുന്നോട്ട് വരികയാണ്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട്. കാരണം ഇവിടെ പലർക്കും പുതിയ ഒരു തുടക്കമാണ്. പലർക്കും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഇവിടെ വരുന്നുണ്ട്. പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ ഈ ദുഃഖങ്ങൾ, അനുഭവിച്ച ദുഃഖങ്ങളെല്ലാം പോകാൻ അനുവദിക്കുക. അത് പൊയ്ക്കൊള്ളട്ടെ എന്ന് വിചാരിക്കുക. അത് പോയി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് പോകാനുള്ള സമയമായിരിക്കുന്നു. ആ ദുഃഖങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും വിട്ടുപോകാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ നല്ല ഒരു ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സമയം ആയിരിക്കുന്നു. കാരണം പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇവിടെ 10 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, ഇവിടെ ദ ഫൂൾ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പുതിയ തുടക്കമാണ്. ഇവിടെയോ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, എല്ലാത്തിനും പുതിയ പുതിയ തുടക്കങ്ങൾ ഇവിടെ വരികയാണ്. ഈ പുതിയ തുടക്കത്തിലൂടെ ഒരുപാട് സന്തോഷകരമായ പോസിറ്റീവ് എനർജീസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ ഡബിള്, ഒരാൾ നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ചങ്ങലയ്ക്ക് ഇട്ട അവസ്ഥയിൽ കഴിയുന്നു അല്ലേ? ഒരു ചങ്ങലക്കെട്ടിൽ, അതായത് ഒരു അടിമത്തം അനുഭവിക്കുന്ന അവസ്ഥ, അത് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെയുണ്ട്. അതുപോലെ ഫിസിക്കലി, മെൻ്റലി ഒക്കെ നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാകാം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മോചനമാണ് ഇവിടെ വരുന്നത് എന്ന് കാണുന്നു. ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസ് സാമ്പത്തികം വരാൻ പോകുന്നുണ്ട്, നിങ്ങളിലേക്ക് സാമ്പത്തികം വരാൻ പോകുന്നുണ്ട്. സാമ്പത്തികമായ സ്രോതസ്സുകൾ പല വഴികളിലൂടെയുമുണ്ട്, പല വഴികൾ നിങ്ങൾക്കത് തുറന്നു കിട്ടുന്നതാണ്. സമ്പത്തിൻ്റേതായ പല സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയുമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും വന്നാൽ തന്നെ എന്താണ്? സാമ്പത്തികത്തിൻ്റെ വരവാണ്. സാമ്പത്തികം വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് വന്നു ചേരും. കാരണം ഇവിടെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് വാൻസ്. കണ്ടില്ലേ, ഇവിടെ ഒരു നിരാശയും വിഷമവും മാത്രമല്ല ഇവിടെ ഈ ഒരു എനർജിയിൽ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് പുതിയ പുതിയ പല തുടക്കങ്ങളും സാമ്പത്തികവും സ്നേഹവും അതുപോലെ തന്നെ ജോലി സാധ്യതകൾ, കരിയർ ലൈഫിലെ സക്സസ്. ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ളവർക്ക് അതിനുള്ള ഒരു അവസരം വന്നു ചേരുകയാണ്. അതിനുള്ള അവസരം എന്ന് പറയുമ്പോൾ അതിലൂടെ പല തരത്തിലുള്ള പല വഴികളിലൂടെ പോയിട്ട് നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഒരുപാട് മനസ്സ് വിഷമിച്ചിരുന്നവർക്ക് നല്ല വഴികൾ തുറക്കുകയാണ്. ജീവിതത്തിലേക്ക് സന്തോഷത്തിലേക്ക് പോകാൻ, സന്തോഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാനുള്ള തുടക്കമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 10 ഓഫ് പെന്റക്കിൾസ്, സാമ്പത്തികം ഒരുപാട് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഇവിടെ കണ്ടില്ലേ, ബോട്ടം ഓഫ് ദ ഡെക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഈ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴെന്താണ്? അടിവെച്ച് സാമ്പത്തികത്തിൻ്റേതായ ഉയർച്ചയാണ്. ഇപ്പോഴത്തെ ഒരു നിലയല്ല നാളെ വരുന്നത്. അതുപോലെ തന്നെ ഒരു വർഷത്തിനകം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരു വർഷത്തിനകം പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നിങ്ങളുടെ ഈ സാമ്പത്തികത്തിൻ്റെ വരവ് നിങ്ങളിലേക്ക് വരുന്നത്. ഐശ്വര്യം വരുന്നതും സമൃദ്ധി വരുന്നതും ഒക്കെ പടിപടിയായിട്ടുള്ള ഒരു ഉയർച്ചയിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ ജീവിതത്തിൻ്റെ പുതിയ തുടക്കം. ഒരുപാട് കാര്യങ്ങളിൽ നിന്നും വിഷമം അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പങ്കാളിയുമായിട്ട് വഴക്കിട്ട് പിരിഞ്ഞ് അവർ വരാനുള്ള കാത്തിരിപ്പായി ഒരുപാട് പേർ അങ്ങനെ കാത്തിരിക്കുന്നുണ്ട് പങ്കാളിക്ക് വേണ്ടി. പിരിഞ്ഞു പോയവർക്ക് വേണ്ടി അവർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളാണ് അവരുടെ ലോകം എന്നുള്ള ഒരേ ഒരു സ്വപ്നത്തിൽ മാത്രം കഴിഞ്ഞുകൂടിയ ആൾക്കാർ, ഒരേ ഒരു എനർജിയിൽ മാത്രം കഴിഞ്ഞുകൂടിയ ഒരുപാട് പേരുടെ എനർജി ഇവിടെ ഉണ്ട്. പിന്നെ അല്ലാതെയുമുള്ളവരുടെ എനർജി ഉണ്ട് ഇവിടെ, കണ്ടില്ല ഡെവിള്. അപ്പോൾ അങ്ങനെയുമുണ്ട്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഈ വ്യക്തി എന്നെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എന്നിലേക്ക് മാത്രം തിരിച്ചു വരും എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും അവർ വരാതിരിക്കില്ല. ഇവിടെ അതുപോലെ തന്നെ 9 ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് വാൻസ് ആണ്. കരിയർ ലൈഫിലെ സക്സസ് ആണ്. കണ്ടില്ലേ, കരിയർ ലൈഫിലെ സക്സസ്, ഏസ് ഓഫ് കപ്സ്. പുതിയ കാര്യങ്ങൾ തുടങ്ങുകയാണ് ഇവിടെ. പുതിയ കാര്യങ്ങൾ തുടങ്ങുക എന്ന് പറയുമ്പോൾ ഏത് വിധത്തിലുള്ള പുതിയ കാര്യങ്ങളും ആകാം. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് നിങ്ങളെയും ആഗ്രഹിക്കുന്നു എന്നല്ലേ പറയുന്നത്. അതെ, നിങ്ങളിത് ഈ ജോലി ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ജോലി നിങ്ങളെയും സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങളെയും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഈ സാമ്പത്തികം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സമ്പത്ത് നിങ്ങളെയും ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പലർക്കും ഇവിടെ ജീവിതം ഒരു ഭാരമേറിയ ഒരു ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ഭാരമേറിയ ഈ ചുവട്, തലയിൽ ഒരു വലിയ ഭാരമേറിയ ചുവടുണ്ട് നിങ്ങൾക്ക് പലർക്കും. അതിനെ നിങ്ങളിവിടെ താഴെ വെച്ചിട്ട് പുതിയൊരു ലൈഫിലേക്ക് പോവുകയാണ്. പുതിയൊരു ജോലി ഏറ്റെടുത്ത് അതിലൂടെ ഒരു സക്സസ്സിന് വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് സാമ്പത്തികം നേടാനുള്ള ഒരു സാധ്യത വന്നിരിക്കുന്നു. അതിനുള്ള സമയം അടുത്തിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വന്നുകൂടി വളരെയധികം സന്തോഷത്തോടുകൂടി ഫാമിലിയായി മുന്നോട്ട് ജീവിതം നയിക്കുന്ന ഒരു എനർജിയും ഇവിടെയുണ്ട്. ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കത്തിൽ ഇത്തരത്തിലുള്ള സന്തോഷങ്ങളെ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന എനർജി. അതുപോലെ തന്നെ ജോലി കാര്യത്തിൽ പലർക്കും പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യത, പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത ഒക്കെയും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ചാരിയട്ട്, ജീവിത വിജയമാണ് ചാരിയട്ട് പറയുന്നത്. കണ്ടില്ലേ, ഇവിടെ വാഹനം വാങ്ങിക്കാനുള്ളവർക്ക്, അതുപോലെ തന്നെ എവിടെയെങ്കിലും യാത്ര, ഏതെങ്കിലും കാര്യത്തെ ഫോക്കസ് ചെയ്താണോ നിങ്ങൾ പോകുന്നത്, അത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരും എന്നാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഒരുപാട് യാത്ര ഇപ്പോൾ പോകാൻ പുറപ്പെട്ടിരിക്കുന്നവരുടെ എനർജി ഇവിടെയുണ്ട്.
യാത്രകൾ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ വിപരീത സ്വഭാവമുള്ള ആൾക്കാരോടും കൂടിച്ചേർന്ന് പല ജോലികളിലേക്കും തിരിക്കാൻ സാധിക്കുന്നു, ജോലികളിലേക്ക് പുറപ്പെടാൻ സാധിക്കുന്നു. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലും നിങ്ങൾക്ക് സാധിക്കുന്നു. അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ സക്സസ് ആണ് ഇവിടെ ലഭിക്കുന്നത് എന്ന് കാണുന്നു. ഒരുപാട് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. ചിലപ്പോൾ ചിലരൊക്കെ ശൈവഭക്തര് വിഷ്ണുഭക്തര് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട് എന്ന് കാണുന്നു. അതുപോലെ തന്നെ ഡിസ്റപ്ഷൻ വന്നിട്ടുണ്ട്. പലരും ഇവിടെ കൈകൾ കൂട്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് കാണുന്നുണ്ട്. കൈകൾ കൂട്ടപ്പെട്ട അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് ഇവിടെ 9 ഓഫ് സോർഡ്സ് വന്നിരിക്കുന്നത്, ഡെവിളിൻ്റെ അവസ്ഥയും വന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയിൽ കഴിയുന്ന ആൾക്കാരുടെ എനർജി ഒരുപാട് ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കും. തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിന് സമർപ്പിക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ദുഃഖങ്ങളെ നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടോ, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിന് സമർപ്പിക്കുക. എനിക്ക് ഇനി അതിന് വേണ്ടി മെനക്കെടാൻ വയ്യ, അതിനുവേണ്ടി ഞാൻ ഇനി എൻ്റെ സമയം പാഴാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ് വരുന്നതാണ് എന്ന് കാണുന്നുണ്ട്, കണ്ടില്ലേ? യൂണിവേഴ്സ് പ്രപഞ്ചത്തിലേക്ക് സമർപ്പിക്കുകയാണ് ഇവിടെ. അപ്പോൾ യൂണിവേഴ്സിന് സമർപ്പിച്ചാൽ മാത്രം മതിയാകും എന്നാണ് ഇവിടെ പറയുന്നത്. യൂണിവേഴ്സിൽ വിശ്വസിക്കൂ എന്ന്, പ്രപഞ്ചത്തിൽ വിശ്വസിക്കൂ, ദൈവത്തിൽ വിശ്വസിക്കൂ. ദൈവമുണ്ട്, എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കാണാൻ ദൈവമുണ്ട്, ദൈവം പറയുന്ന വഴിയിലൂടെ ഞാൻ നടക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇവിടെ ആക്സിലറേറ്റഡ് മോഷൻ എന്നാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ അവസ്ഥകളിലൂടെ നിങ്ങൾ വന്ന് എന്താണ് ഇവിടെ നിങ്ങൾ പ്രകാശം കണ്ടു തുടങ്ങിയിരിക്കുന്നു, കണ്ടില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സക്സസ്സിന് വേണ്ടിയുള്ള പ്രകാശം നിങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിലൂടെ പതുക്കെ മുന്നോട്ടേക്ക് വരും. അപ്പോഴെന്താണ്, ചെറിയ ചില ചലനങ്ങൾ കണ്ട് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ അതോറിറ്റി പവർ, അതുവഴി നിങ്ങൾക്ക് അതോറിറ്റി പവറാണ്, അധികാര പദവി ലഭിക്കാൻ പോകുന്നു. 4 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് 4 ദിവസങ്ങൾ അല്ലെങ്കിൽ 4 ആഴ്ചകൾ 4 മാസങ്ങൾക്കകം സാധിക്കുന്നതാണ് എന്ന് കാണുന്നു. അപ്പോൾ അധികാര പദവിയാണ് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഈ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ, വിക്ടറി ആൻഡ് സക്സസ് ആണ്. ഇവിടെ വിക്ടറി ആൻഡ് സക്സസ് 6 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇവിടെ വരാൻ പോകുന്നത് 6 ആഴ്ചകൾ 6 മാസങ്ങൾക്കകം. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ സീരിയസ് അനുസരിച്ച്, അതിൻ്റെ ഗൗരവം അനുസരിച്ച്, മനസ്സിലായില്ലേ? അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഗൗരവം അനുസരിച്ച് നിങ്ങളിലേക്ക് അത് വന്നു ചേരാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അതോറിറ്റി പവർ നിങ്ങൾക്ക് കൈവരുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ്, അല്ലെങ്കിൽ വിക്ടറി ആൻഡ് സക്സസ് നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികാര പദവിയിലേറാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇത് രണ്ടും മിക്സഡ് ആണ്. ഇവിടെ അധികാര പദവിയും വിക്ടറി ആൻഡ് സക്സസ്സും, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു പദവിയിലേറിക്കഴിഞ്ഞാൽ തന്നെയും നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു. ഇതുവരെ നിങ്ങളെ അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പോലും അറിയാത്ത ആൾക്കാർ ഇപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളെ അറിയാൻ തുടങ്ങുന്നു, നിങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങുന്നു, നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ തുടങ്ങുന്നു, നിങ്ങളുടെ അഡ്വൈസിന് വേണ്ടി കാത്തു നിൽക്കുന്നു. അതിനുള്ള അവസരം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെയാണ് ഫസ്റ്റ് വൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. നിങ്ങൾ എന്താണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്? എവേക്കണിംഗ് ആണ്. എവേക്കണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണർവ്. എന്തിനുള്ള ഉണർവാണ്? ആത്മീയതയിലേക്കുള്ള ഉണർവ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ മൈ ലോഡ്, വേക്ക് മീ ഫ്രം ലൈഫ് ആസ് എ സ്പിരിച്വൽ ഷീപ്പ്. മേ ഐ ഹിയർ യു ത്രോ മൈ ഓൺ ഇൻസ്റ്റിങ്സ് ആൻഡ് കോമൺ സെൻസ്. അല്ലയോ ദൈവമേ, എന്നെ ഈ ജീവിതത്തിൽ നിന്നും ഒരു ആത്മീയ മൃഗമായി ഉണർത്തേണമേ. അതുവഴി എന്താണ്, എൻ്റെ സഹജാവബോധത്തിലൂടെയും എൻ്റെ കോമൺ സെൻസ്, എൻ്റെ സാമാന്യ ബുദ്ധിയിലൂടെയും എനിക്ക് അങ്ങേ കേൾക്കുവാൻ കഴിയുമാറാകട്ടെ എന്നാണ് പറയുന്നത്. എന്നെ ഒരു ആത്മീയ മൃഗമായി ഉണർത്തേണമേ ഈ ജീവിതത്തിൽ നിന്നും എന്ന് ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയാണിത്. കണ്ടില്ലേ? അങ്ങനെ ഉണർത്തി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വരാൻ പോകുന്നത്, സംഭവിക്കാൻ പോകുന്നത് എന്താണ്? എൻ്റെ സഹജമായ അവബോധത്തിലൂടെയും എൻ്റെ സാമാന്യ ബുദ്ധിയിലൂടെയും എനിക്ക് അങ്ങയെ കേൾക്കുവാൻ കഴിയണം, അതിനുള്ള ശക്തി തരണമേ എന്നാണ് ഇവിടെ
പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അതിനുള്ള പ്രാർത്ഥന ഇവിടെ ആയിട്ടുണ്ട്. അതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ ഈ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇവിടെ എനർജറ്റിക് ക്ലിയറിംഗ് ആണ്. കണ്ടില്ലേ? ഇനി കാളിദേവി എന്താണ് പറയുന്നതെന്ന് നോക്കാം നമുക്ക്. ഏസ് ഓഫ് വാൻഡ്സ് ആണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ദ ഹൈ പ്രീസ്റ്റസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, Eight of Pentacles, Three of Pentacles, Four of Wands, Four of Cups, ദ ഹെർമിറ്റ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ദ ലവേഴ്സാണ്. കണ്ടില്ലേ? കൂടിച്ചേരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ്, ഒരു യൂണിയനുള്ള സമയം ആയിരിക്കുന്നു. റെക്കഗ്നിഷനായിട്ട് ട്രാൻസ്ഫോർമേഷനാണ്. കണ്ടില്ലേ? ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരാൻ പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു മാറ്റം. ഒരു വർഷത്തിനകം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. ആരും വിഷമിക്കേണ്ട. ഈ വന്ന പ്രതിസന്ധികളിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെട്ട് മുന്നോട്ട് വരുന്ന നല്ലൊരവസ്ഥയാണ് വരാൻ പോകുന്നത്. നല്ലൊരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. ഇനി ഇവിടെ ഫസ്റ്റ് തന്നെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ എല്ലാ എനർജീസും ഉണ്ട്. ഇവിടെ പെൻറ്റക്കിളിൻ്റെ എനർജി കൂടുതലായിട്ടും ഉണ്ട്, കപ്പ് എനർജി ഉണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ വാൻഡ്സ് എനർജി, അതുപോലെ തന്നെ എല്ലാ എനർജീസും ഉണ്ട്. ഫയർ എനർജി ഉണ്ട് ഇവിടെ, പെൻറ്റക്കിൾ, കപ്പ്, അതുപോലെ തന്നെ സോഡ, എല്ലാത്തിൻ്റെയും ഉണ്ട്. ദ ഹെർമിറ്റിൽ എല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ്. മേജർ അർക്കാന കാർഡിൽ എല്ലാ സൈനും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് ഇവിടെ പല കാര്യങ്ങളിൽ അവർ കൂടിച്ചേർന്നുള്ള കൂട്ടുത്തരവാദിത്വത്തോടു കൂടി ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കൂട്ടുത്തരവാദിത്വത്തോടുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 പേർ ചേർന്ന് ചില കമ്പനികളിലെ ജോലി കാര്യങ്ങളിലാവാം, അല്ല എങ്കിൽ ചില 3-4 പേർ കൂടി ചേർന്ന് ചില പെയിൻറ്റിങ്ങിനൊക്കെ പോകുന്ന ജോലിയാവാം. എന്തെങ്കിലും ജോലിക്ക് 3-4 പേർ ചേർന്നിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചില കോടതി കാര്യങ്ങളിലൊക്കെ 3-4 പേരോട് സംസാരിക്കുന്നതാകാം. അവിടെ അവരവരുടേതായ ഒരു സക്സസ്സിന് വേണ്ടി അവരവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന എനർജി, മറ്റുള്ളവരോട് അനുവാദം ചോദിക്കുന്ന, അഡ്വൈസ് ചോദിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ. അതുപോലെ പല ആൾക്കാരും ഇവിടെ നിരാശയിലാണ്. 4 ഓഫ് കപ്സ് കണ്ടില്ലേ? ഇവിടെ നിരാശ അനുഭവിക്കുന്നുണ്ട്. എന്തിൻ്റെ നിരാശയാണ്? ജീവിതത്തിലെ നിരാശയാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളും എത്തിച്ചേരുന്നില്ല. ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വന്നു ചേർന്നിട്ടില്ല. ജോലിക്ക് വേണ്ടി ശ്രമിച്ചോ, അത് കിട്ടിയില്ല. ആഗ്രഹിച്ച പാർട്ട്ണറോ വിട്ടുപോയിരിക്കുന്നു, വന്നു ചേർന്നിട്ടില്ല. ഇങ്ങനെ അല്ല എങ്കിൽ വീട് വേണമെന്ന് ആഗ്രഹിച്ചോ, അത് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിലൊന്നും നിരാശപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഇവിടെ ദൈവം തന്നെ, ഡിവൈൻ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കണ്ടില്ലേ? ഇവിടെ ഡിവൈൻ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നു. ഇവിടെ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഡിവൈൻ ഒരു ഡിവൈൻ ഹാൻഡ്സ് ഇവിടെ കാണുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്കിവിടെ ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്.
തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അൺഎക്സ്പെക്റ്റഡായിട്ടായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ സക്സസ് വരുന്നത്. ആഗ്രഹിക്കുന്ന വ്യക്തി ചിലപ്പോൾ വിളിക്കുന്നത് അവിചാരിതമായിട്ട്, അപ്രതീക്ഷിതമായിട്ടൊരു കോൾ വരികയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചില സന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് സന്തോഷകരമായ എനർജിയാണ്. അതുപോലെ തന്നെ 8 ഓഫ് പെൻറ്റക്കിൾസ്, പലരും ഉത്സാഹത്തോടു കൂടി ജോലി ചെയ്യുന്നു. പകൽ ചെയ്തിട്ട് പിന്നെ രാത്രിയിൽ കൂടിയും ഉത്സാഹിച്ച് ജോലി ചെയ്യുകയാണ്, കഷ്ടപ്പെടുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയ ജോലി കിട്ടിയതിലാവാം. ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്കുണ്ട്. ഏസ് ഓഫ് വാൻസ് കണ്ടില്ലേ, പുതിയൊരു ജോലിക്ക് വേണ്ടിയുള്ള മാനിഫെസ്റ്റേഷൻ വർക്ക്. തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആകുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ജോലി കിട്ടിയിട്ട് നിങ്ങളത് അധ്വാനിക്കുന്നുണ്ട്, സാമ്പത്തികം നേടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇല്ല എങ്കിൽ നിങ്ങളിലേക്ക് കരിയർ സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് ഇവിടെ കണ്ടില്ലേ ബിസിനസ് ഓഫറുകൾ വരുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ബിസിനസ് ഓഫറുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, പല തരത്തിലുള്ള, പല വിധത്തിലുള്ളത്. എന്തിനു വേണ്ടിയും ചിലപ്പോൾ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ടായിരിക്കും നിങ്ങളെ ഇപ്പോൾ ഒരാൾ ഒരു ജോലിക്ക് വേണ്ടി വിളിക്കുന്നത്. അല്ല, ഇന്നടുത്തൊരു ജോലിയുണ്ട്, നമുക്കതിന് പോകാം. അല്ല എങ്കിൽ ഇവിടെ ഒരു കമ്പനിയിൽ ഒരു വേക്കൻസി ഉണ്ട്, നിങ്ങളതിനൊരു അതിന് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകാം, ഒരു ജോലിക്ക് വേണ്ടി പോകാം എന്ന് ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു എനർജി ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള ഒരു വിജയം നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് വന്നു ചേരുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. 4 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. 4 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ സോൾ കണക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എനർജി, അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും പുതിയൊരു ലൈഫിലേക്ക് പോകുന്നതുമായിട്ടുള്ള ഒരു സന്തോഷകരമായ ചില മുഹൂർത്തങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിരിഞ്ഞു പോയവർ തിരിച്ചു വരുന്നുണ്ട്. ചിലരുടെയൊക്കെ വിവാഹം നടക്കാനുള്ള സാധ്യത, പലർക്കും വിവാഹത്തിൽ പ്രപ്പോസൽ വരുന്നുണ്ട്, അവർ തമ്മിൽ കാണുന്നു, പിന്നീട് വിവാഹത്തിലേക്ക് പോകുന്ന എനർജി ഇവിടെയുണ്ട്. അല്ല എങ്കിൽ കൂടെയും പിരിഞ്ഞിരുന്നവർ തമ്മിൽ തിരിച്ചു വന്നാൽ തന്നെയും വളരെയധികം സന്തോഷകരമായ എനർജി ആണല്ലോ. അത്തരം ഒരു സന്തോഷകരമായ എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അത് തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് എന്താണ്? ഇവിടെ പിരിഞ്ഞു പോയവർ, നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ, നിങ്ങളില്ലാതെ പറ്റില്ല, അവരില്ലാതെ നിങ്ങൾക്കും പറ്റില്ല എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കണ്ടില്ലേ, അവർ എത്ര ദൂരെ പോയാലും നിങ്ങളോട് അടുത്ത് വരിക തന്നെ ചെയ്യും. അങ്ങനെ അത്രമാത്രം നിഷ്കളങ്കമായ സ്നേഹമുള്ള ചില ആൾക്കാരുണ്ട്, ചില പങ്കാളികൾ ഉണ്ടാവാം നിങ്ങൾക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പങ്കാളി നിങ്ങളോടൊപ്പം വന്നു ചേരുന്നു എന്നുള്ളതാണ്. വളരെയധികം ദുഃഖം അനുഭവിച്ച് നിങ്ങൾ ഇരുന്നിട്ടുണ്ടാവും, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി ലൈഫിൽ എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് സങ്കടത്തിൽ കഴിഞ്ഞ, ഒരുപാട് ദുഃഖത്തിൽ കഴിഞ്ഞ അവസ്ഥകളിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ആ പാർട്ട്ണർ വന്നു ചേരുന്ന എനർജി ഇവിടെയുണ്ട്. ഇവിടെ സാമ്പത്തികവും ആ വ്യക്തിയും കൂടെ ആകുമ്പോൾ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. ഏസ് ഓഫ് വാൻസ് ഇവിടെ നിങ്ങളുടെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പേർ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നവരുണ്ടാവാം, പല വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക്. ജീവിതമല്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിലുള്ളവർ ഉണ്ടാവാം. അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഇവിടെ സക്സസ് നേടുകയാണ്. പുതിയതായിട്ടൊരു ജോലിയിലേക്ക്, പുതിയതായി ചില പ്രോഗ്രാമുകൾ നിങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നതാവാം, ചിലപ്പോൾ ഏതെങ്കിലും യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലുമാകാം, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതാവാം. അല്ല എങ്കിൽ ചിലപ്പോൾ പുതിയ ജോലി കിട്ടിയിട്ട് പോകുന്നതാവാം, പുതിയ ശമ്പളം വാങ്ങുന്ന എനർജി ആവാം. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. പുതിയ ശമ്പളം വാങ്ങുന്ന എനർജിയുമാകാം, പുതിയൊരു ലൈഫിലേക്ക്. ഇവിടെ കണ്ടില്ലേ കിങ് ഓഫ് കപ്സ് ആണ്, ഇവിടെ മാനിഫെസ്റ്റേഷനാണ്. ലൈഫിലേക്ക് പോകാനുള്ള മാനിഫെസ്റ്റേഷൻ വർക്ക്, ഇവിടെയും ലവ് ലൈഫാണ് കാണിച്ചിരിക്കുന്നത്. അതിലൂടെയും സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ്. അത്രമാത്രം നല്ല ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ചിലരൊക്കെ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ കുറിച്ച് ഓർക്കുമ്പോൾ വിചാരിക്കും, ആ കൂടെ നടന്നവരൊക്കെ എന്നെ ചതിച്ചു, അവരുടെയൊക്കെ സ്വഭാവം എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ കുറച്ച് നാൾ ഒറ്റയ്ക്കിരിക്കട്ടെ എന്ന് എല്ലാ ബഹളങ്ങളിൽ നിന്നും ഒതുങ്ങി മാറി ഒന്ന് ഒറ്റയ്ക്കിരിക്കാനുള്ള ആഗ്രഹം ഇവിടെ കാണുന്നുണ്ട്. എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്താണ് ചിന്തിക്കുന്നത്? ദൈവികതയിലേക്ക് പോകുകയാണ്, ആത്മീയതയിലേക്ക് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ആത്മീയതയിലേക്ക് പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനുമുള്ള മറുപടി കിട്ടുന്നതാവും.
പല വിധത്തിലുള്ള പരാജയങ്ങളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെ നിന്നുമാണ് നിങ്ങൾ ചിലപ്പോൾ ഏകാന്തത ആഗ്രഹിക്കുന്നത്, അല്ലേ? അവിടെ നിങ്ങൾ കണക്റ്റ് ആവുന്നത് ആരുമായിട്ടാണ്? ഡിവൈനുമായിട്ട് കണക്റ്റ് ആവുകയാണ്. അങ്ങനെ ഡിവൈനുമായിട്ട് കണക്റ്റായി കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടാൻ തുടങ്ങും. അങ്ങനെ അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരു സക്സസ്സിലേക്കാണ് നീങ്ങുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജി കണ്ടില്ലേ? പുതിയതായിട്ട് ശമ്പളം കിട്ടുന്നതും പുതിയതായിട്ട് ജോലി കിട്ടുന്നതും സാമ്പത്തികമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നതുമായ എനർജി. വീട് വയ്ക്കാനുള്ളവർക്ക് അതിനുള്ള സാധ്യത വരുന്നുണ്ട്. അതുപോലെ വാഹനം വാങ്ങിക്കാനുള്ളവരുടെ സാധ്യത ഒക്കെയും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെ വരികയാണ്, കണ്ടില്ലേ? ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പങ്കാളി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷനാണ് കാണുന്നത്. ഇവിടെയോ നല്ല ഒരു ട്രാൻസ്ഫോർമേഷനാണ്, നല്ലൊരു രൂപമാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രൂപമാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. നല്ല ചേഞ്ച്, ലൈഫിലൊരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണമെങ്കിലും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മാറ്റമാണ്. അത് നിങ്ങൾക്ക് സ്വയം മനസ്സിലായിക്കൊള്ളും. സ്വയം നിങ്ങൾക്ക് മനസ്സിലാകും, സ്വയം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇവിടെ ട്രാപ്ഡ് ഇൻ ഫിയറാണ്. പലരും പേടിച്ച് മുറിക്കുള്ളിൽ കഴിഞ്ഞുകൂടുന്ന അവസ്ഥ. എന്താണ്? ജീവിതത്തിലെ സാഹചര്യങ്ങൾ വരുത്തി വെച്ച അബദ്ധങ്ങൾ, അല്ലെങ്കിൽ തോൽവികൾ, പരാജയങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നെഗറ്റീവ് അടിച്ച് ഇരിക്കുന്ന പലരുടെയും എനർജി ഇവിടെയുണ്ട്. പല ആൾക്കാരും ഇങ്ങനെയാണെന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നുമുണ്ടല്ലോ, ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരും. കാരണം ഇവിടെ എന്താ ഒരുപാട് കണ്ടില്ലേ ബാലൻസ്? ഓക്കെ, കണ്ടോ ബാലൻസ് കണ്ടില്ലേ? ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഫിയർ, പേടി അനുഭവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ബാലൻസിലേക്ക് വരാൻ സാധിക്കുന്നു. പിന്നീട് കാണുന്നത് നിങ്ങൾക്ക് ബേസ് ചക്രയുടെ ആക്ടിവേഷനാണ്. കണ്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ബാലൻസിലേക്ക് വരാൻ സാധിക്കുന്നത്? ഇവിടെ ബേസ് ചക്രയുടെ ആക്ടിവേഷൻ, റൂട്ട് ചക്ര. ബേസ് ചക്ര എന്ന് പറയുമ്പോൾ റൂട്ട് ചക്ര നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 7 ചക്രാസിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. 108 ചക്രാസ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ ചക്രാസ് എന്തിനു വേണ്ടിയുള്ളതാണ്? പ്രകൃതിയിലല്ല എങ്കിൽ നമ്മളുടെ യൂണിവേഴ്സിൽ നിന്നുമുള്ള ഈ ആത്മീയമായ എനർജിയെ പ്രദാനം ചെയ്ത് ശരീരത്തിന് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഈ ചക്രാസ്. അപ്പോൾ അതാണ് അതിൻ്റെ കടമ. അപ്പോൾ ഈ 7 ചക്രാസ് പ്രധാനമായിട്ടുമുണ്ട്. അത് നമ്മുടെ നട്ടെല്ലിനുള്ളിൽ ഉള്ള സുഷുമ്നാ നാഡിയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഏറ്റവും താഴെ അറ്റത്തായിട്ടാണ് റൂട്ട് ചക്ര സ്ഥിതി ചെയ്യുന്നത്. ഈ റൂട്ട് ചക്ര എന്ന് പറയുമ്പോൾ എന്താണ്? മൂലാധാര ചക്ര എന്ന് പറയുന്നത്. അതാണ് ബേസ് ചക്ര. അതിൻ്റെ കളർ ഇത്തരത്തിലുള്ളതാണ്. കണ്ടില്ലേ? ഇതാണ് ഞാൻ ഈ റൂട്ട് ചക്രയുടെ ആക്ടിവേഷന് വേണ്ടിയുള്ള ക്രിസ്റ്റലാണ് ഇത്. കണ്ടോ? റൂട്ട് ചക്രയുടെ ആക്ടിവേഷന് വേണ്ടിയുള്ള ക്രിസ്റ്റലാണ് റെഡ് ജാസ്പർ ബോൾ എന്ന് പറയും. കണ്ടോ? ഇത് വെച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ റൂട്ട് ചക്രയുടെ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ്? ഒരുപാട് സ്ഥിരമായ ഉത്സാഹം ലഭിക്കും. അതുപോലെ തന്നെ സാമ്പത്തികം കിട്ടാതിരുന്ന മണി ബ്ലോക്ക് മാറും. അതാണ് ഏറ്റവും പ്രധാനം. സാമ്പത്തികം കിട്ടാനുള്ള പൈസ നിങ്ങളിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ പുതിയ ജോലി ലഭിക്കാനും സാമ്പത്തികം കൈകളിലേക്ക് വരാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ. അപ്പോൾ നിങ്ങൾ പലർക്കും ഈ ചക്രയുടെ ആക്ടിവേഷൻ ക്രമേണ നടക്കുന്നുണ്ട്. ഇല്ല എങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് ഇത് സാധ്യമാക്കി എടുക്കണം. ഏറ്റവും അത്യാവശ്യമാണ്. ഏറ്റവും നല്ലൊരു ചക്രയാണ് ഇത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉത്സാഹത്തെ തരുന്നതാണ് ഇത്. അതുവഴി കണ്ടില്ലേ? ട്രയംഫാണ്. ഇവിടെ ബേസ് ചക്രയുടെ ആക്ടിവേഷൻ വഴി നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താണ്? ട്രയംഫ്, വിജയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വരുന്നു. നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാര്യത്തിലാണ്? ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു. അത് ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെയുമുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വിജയം കണ്ടില്ലേ? നിങ്ങളിലേക്ക് വിജയം വരുന്നുണ്ട്, സക്സസ് വരുന്നുണ്ട്. റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ്. അതുവഴി എന്താണ്? ഇതുവഴി ഈ ഒരു സക്സസ് നിങ്ങൾക്ക് തരുന്ന എന്താണ്? റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ്. നിങ്ങളെ തിരിച്ചറിയുന്ന, നിങ്ങളുടെ അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഒരു പരീക്ഷ എക്സാം എഴുതിയിട്ട് അതിനൊരു വിജയം, നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ആ അർഹതയ്ക്കുള്ള, നിങ്ങൾക്കതിന് അർഹതയുണ്ടെങ്കിൽ അതിനുള്ള അംഗീകാരം നിങ്ങളെ തേടിയെത്തും. മറ്റുള്ളവർ പലരും വിളിച്ച് അനുമോദിക്കും നിങ്ങളെ.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് അവാർഡ് ലഭിക്കും. മറ്റുള്ള പല തരത്തിലുള്ള റിവാർഡുകൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത. അത് ഏത് കാര്യങ്ങളിലായാലും മറ്റ് അനവധി ജോലികളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെയും നിങ്ങൾ ആഗ്രഹിക്കും ചില കമ്പനികളിലെ ചില വർക്കുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കാമല്ലോ. ഏത് തരത്തിലായാലും എവിടെയായാലും ഏത് ഫീൽഡിലായാലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഏതായാലും അവിടെ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ പോകുന്നു, നിങ്ങളുടെ അർഹതയ്ക്കുള്ള അംഗീകാരം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാലം കൊണ്ട് ശമ്പളം കിട്ടാതിരുന്ന് നിങ്ങൾ നോക്കിയിരിക്കുന്നു, ക്ഷമയോടുകൂടി വീണ്ടും നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, അൺഎക്സ്പെക്റ്റഡായിട്ട് നിങ്ങളിലേക്ക് അത് വന്നു ചേരും അല്ലേ. അപ്പോൾ എന്താണ്, നിങ്ങളുടെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നു. നിങ്ങളെ ആൾക്കാർ തിരിച്ചറിയാൻ പോകുന്നു. നിങ്ങളുടെ അറിവിനെ മറ്റുള്ളവർ തിരിച്ചറിയുന്ന സാഹചര്യം ഇപ്പോഴാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 3 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 3 എന്നുള്ള നമ്പർ വ്യാഴത്തിൻ്റെ നമ്പറാണ്. 3 കണ്ടില്ലേ, അവിടെ ജൂപ്പിറ്റർ എന്ന ഗ്രഹത്തിൻ്റെ നമ്പറാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് നിങ്ങളിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നു. കണ്ടോ ഇവിടെ വ്യാഴാനുഗ്രഹം കണ്ടോ. നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിക്കാവുന്നതാണ്. വേണമെങ്കിൽ അത് ദിവസവും ജപിക്കാം, ഇല്ല എങ്കിൽ തേഴ്സ്ഡേ തോറും വ്യാഴാഴ്ചകൾ തോറും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോകാവുന്നതാണ്, വിഷ്ണു ക്ഷേത്രത്തിൽ പോകാവുന്നതാണ്. വഴിപാടുകൾ ശക്തിക്കൊത്ത പോലെ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഏറ്റവും നല്ല ഫലമാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എനർജറ്റിക് ക്ലിയറിംഗ് ആണ്, ഊർജ്ജസ്വലമായ ഒരു ക്ലിയറിങ്. കണ്ടില്ലേ ഇവിടെ ദേവിയാണ്, ഇവിടെ കാളിദേവിയാണ്. എന്താണ് കാളിദേവി ഇവിടെ ചെയ്യുന്നത്? ഡ്യൂറിങ് ക്രൈസിസ് ദ ഹോളി വൺ ഹെർസെൽഫ് മേ ബി എംപ്റ്റിയിങ് യു ഓഫ് ഫിയർ ആൻഡ് അറ്റാച്ച്മെൻറ്റ്സ്, പ്രിപ്പയറിങ് യു ടു റിസീവ് ഹെർ ലൂമിനസ് പ്ലാൻ. ഇവിടെ പറയുന്നത് എല്ലാ കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളുടെ ഭയത്തെയും ബന്ധങ്ങളെയും വേർപെടുത്തി തരുന്നു. ആരാണ്? ദൈവം തന്നെ നിങ്ങളുടെ ഭയത്തെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് ഇല്ലാതെയാക്കുന്നു. ഏറ്റവും കൂടിയ ഒരു ഭയം കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് നിങ്ങളിപ്പോൾ എങ്കിൽ ഇവിടെ നിന്നും നിങ്ങളുടെ ഈ പേടിയെയും ഈ പ്രതിസന്ധി ഘട്ടങ്ങളെയും ബന്ധങ്ങളെയും എല്ലാം ഇല്ലാതെയാക്കുന്നത് ആരാണ്? ഈ ദേവിയാണ്. അപ്പോൾ ഈ ദേവി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതീകം, ഈ ദൈവമാണ്. എന്നിട്ടോ നിങ്ങളെ അടുത്ത നല്ല ഒരു ലൂമിനസ് പ്ലാനിലേക്ക് പ്രിപ്പയർ ആക്കി എടുക്കുന്നു. അവരുടെ തിളക്കമാർന്ന ദൈവത്തിൻ്റെ തിളക്കമാർന്ന പദ്ധതി സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കിയെടുക്കുന്നതും ദൈവം തന്നെയാണ്. അങ്ങനെ നിങ്ങളെ അതിലൂടെ പ്രാപ്തരാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല, നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാം. എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും. കുറച്ച് നാളുകൾക്കകം, ഈ ഒരു വർഷത്തിനകം ഒരുപാട് വ്യത്യാസം, ഒരുപാട് മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ് എന്ന് കാണുന്നു. ഇതൊക്കെയാണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.